എന്റെ 55 ദിവസത്തെ ഹാർഡ് വർക്കും ഡയറ്റും മൈൻഡ് കൺട്രോളും മെന്റലി ഡൗൺ ആയതും ഡിപ്രഷനും എല്ലാം ഇന്നത്തോടെ അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. പിന്നെ ഒരു ദിവസം കൂടെ ഉള്ളൂ മിസ്സേക്കുള്ള നാച്ചുറൽ കോമ്പറ്റീഷൻ. രാവിലെ എണീച്ചോണ്ട് നമ്മളെ ബാക്കിലെ ഹെയർ എല്ലാം റിമൂവ് ചെയ്തെല്ലാം പക്കയാക്കി എന്നെ ഫ്രണ്ടിലെ ഹെയർ എല്ലാം റിമൂവ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മളെ പയ്യന്മാരെല്ലാം ഉണർന്നായിരുന്നു. പിന്നെ നേരെ ഞാൻ ഫ്രഷ് അപ്പ് ആയി ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ കൂടെയുള്ള പയ്യനെ കൊണ്ട് നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോയി. ബോഡി ബിൽഡിംഗ് ആണ് ഓപ്പൺ ഇറങ്ങുന്നത്. അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കണം പക്കയുടെ. രാവിലെ വന്നോണ്ടേ തന്നെ നമ്മൾ അടുത്ത മീൽ പ്രിപ്പയർ ചെയ്തു. കുറെ നാളിന് ശേഷമാണ് ആ ദിവസം എനിക്ക് വന്നത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. അത് കഴിച്ചുകൊണ്ട് എന്നാ പറയാൻ എന്താ ഒരു ഫീൽ എന്നറിയോ. ഈ പ്രെപ്പ് ചെയ്യണവർക്ക് മാത്രമേ ഇതിന്റെ ഫീൽ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ വീണ്ടും അടുത്ത മീലും പ്രിപ്പയർ ചെയ്ത ശേഷം നമ്മൾ നേരെ അടുത്ത മീൽ പ്രിപ്പയർ ചെയ്തിട്ട് നേരെ സ്റ്റീം ബാത്ത് ചെയ്യാൻ പോയി. സ്റ്റീം ബാത്ത് എല്ലാം കഴിഞ്ഞ് പക്കയാക്കിയിട്ട് നമ്മളെ ബോഡി കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ പോയി. ഇത്ര നാൾ മരിച്ചേർന്ന് വർക്കൗട്ട് ചെയ്തും ഡയറ്റ് ചെയ്തും കഷ്ടപ്പെട്ട ആ ഒരു ദിവസം എത്തി. കോമ്പറ്റീഷൻ ഡേന്റെ തലേ ദിവസം വെയിറ്റ് വെയിങ്ങും നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾ അടുത്ത സ്റ്റിറോയിഡ്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് അതുപോലെ ബോഡി ചെക്കിംഗ് ഉണ്ടായിരുന്നു. എന്തായാലും ജോലി ചെയ്ത കഷ്ടപ്പെട്ട പൈസ മൊത്തം ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താവും അറിയത്തില്ല. ഒരുപാട് ഞാൻ ഇതിൽ ഡെഡിക്കേഷനും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ റിസൾട്ടാണ് എനിക്ക് ലാസ്റ്റ് അറിയുള്ളൂ. അടുത്ത മീലും കഴിച്ച ശേഷം നേരെ വീട്ടിൽ വന്ന് അടുത്ത മീലും പ്രിപ്പയർ ചെയ്ത് അടുത്ത മീലും കഴിച്ചു. അടുത്ത മീൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തു. അത് കഴിഞ്ഞ് നല്ല വെള്ളദാഹമുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത മീലും എടുത്ത്. ഇത് ലാസ്റ്റ് മീലാണ്. ഇതിൽ നമുക്ക് റൈസ് കേക്കും ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഇതെല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങി. ഓക്കെ ബൈ.